ബംഗ്ലാദേശിലെ എന്തോ കൊണാണ്ടറാണല്ലോ ഈ മുഹമ്മദ് യൂനസ്. ഞാൻ ചീഫ് അഡ്വൈസർ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആരുടെ അഡ്വൈസർ? ബംഗ്ലാദേശിൽ ആരെയാണ് ഇതേ അഡ്വൈസ് ചെയ്യുന്നത്? ആരെയാണ്? ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും. അതുകൊണ്ട് അഡ്വൈസർ എന്ന് പറഞ്ഞിട്ട് ആരെ അഡ്വൈസ് ചെയ്യാൻ? ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ഉണ്ടെങ്കിൽ അവരെ അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അതുകൊണ്ട് അദ്ദേഹത്തെ അഡ്വൈസർ എന്നൊക്കെ വിളിക്കാൻ ഞാൻ തയ്യാറല്ല. ബംഗ്ലാദേശിലെ അഡ്വൈസ് ചെയ്യുന്നുണ്ടാവും, ആ ഹിന്ദുക്കളെ ആക്രമിച്ചോ എന്നൊക്കെ പറയാം. ബംഗ്ലാദേശിലെ ആരോ ആയ ഈ മുഹമ്മദ് യൂനിസിൻ്റെ മകൾ അമേരിക്കയിലാണ്. അമേരിക്കയിൽ ബീഡൻ സർക്കാരിലെ ഉദ്യോഗസ്ഥയായിരുന്നു. ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ ബീഡൻ സർക്കാരിലുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയെന്ന് മാത്രമല്ല, തനിക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും തനിക്കിഷ്ടമുള്ള പോസ്റ്റുകളിൽ പ്രസിഡൻറ്റിന് അവിടെ അങ്ങനെ ചെയ്യാം. നമ്മുടെ രാജ്യത്തെ പോലെയല്ല, PSC വഴിയൊന്നുമില്ല തിരഞ്ഞെടുക്കുന്നത്. ഹയറാർക്കിയും സീനിയോറിറ്റി ഒന്നും നോക്കണമെന്നില്ല, പ്രസിഡൻറ്റിൻ്റെ ഇഷ്ടമാണ്. അത് പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബീഡൻ നിയമിച്ച ബീഡൻ്റെ സർക്കാരിലെ ഉദ്യോഗസ്ഥ അമേരിക്കയ്ക്ക് ട്രംപിന് ഇഷ്ടമില്ലാത്ത ബംഗ്ലാദേശിലെ യൂനിസിൻ്റെ മകള്, ഇവരെ ട്രംപ് അവിടെ വെച്ച് പൊറുപ്പിക്കുമോ? സാധ്യത വളരെ കുറവാണ്. അതെന്താണെന്ന് വെച്ചാൽ മോണിക്ക യൂനിസ് എന്നാണ് ഇവരുടെ പേര്. അമ്മ അമേരിക്കക്കാരിയാണ്. ഇവർ ഒരുമിച്ച് യൂനുസും അമ്മയും ഒരേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്, അമേരിക്കയിലെ വാൻഡർബിൽറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ കാലത്ത് എക്കണോമിക്സാണ് പഠിച്ചത്. അങ്ങനെ പരിചയപ്പെട്ട് ഇവർ പിന്നെ ബംഗ്ലാദേശിലേക്ക് വന്നു. ഒരു കുഞ്ഞുണ്ടായി. ഒരു കുഞ്ഞിനെ വളർത്താൻ ബംഗ്ലാദേശ് പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുക ചെയ്തത്. പിന്നെ ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. അത് ശരി, അത്ര മിടുക്കനയാൾ. വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ നൊബേൽ സമ്മാനം കിട്ടുന്നു എന്നൊക്കെ ഏതാണ്ടൊക്കെ ഒരു റൂമറൊക്കെ ഉണ്ടായപ്പോഴാണ് ഈ മോള് ബാപ്പെ ഒന്ന് വിളിക്കുന്നു, കാണാനൊക്കെ ഒന്ന് ധാക്കയിലേക്കൊക്കെ വരുന്നതൊക്കെ. അച്ഛനൊരു സെലിബ്രിറ്റി ആകുമ്പോൾ ഒന്ന് കണ്ടേക്കാന്ന് വെച്ചു. അതെ, എവിടെയെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ ആളുകൾ. അപ്പം മോണിക്ക യൂനസിന് ബൈഡൻ ഭരണകൂടത്തിൽ എന്തോ ജോലിയൊക്കെ മേടിച്ചു കൊടുത്തത് ഹില്ലരി ക്ലിൻ്റൺ ആണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇവരൊരു ഓപ്പറ സിംഗറാണ്. ഇവർ പഠിച്ചിട്ടുള്ളതൊക്കെ മ്യൂസിക്കിലാണ് ഗ്രാജുവേഷനും കാര്യങ്ങളും ഒക്കെ. ഒരുപാട് ഓപ്പറ സംഘങ്ങളിലൊക്കെ പാടിയിട്ടുമൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ വലിയ പുരസ്കാരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും ഇല്ലല്ലോ. അപ്പം ഹില്ലരി ക്ലിൻ്റൺ അവരുടെ ഫൗണ്ടേഷനൊക്കെ ആയിട്ട് വലിയ ബന്ധമാണ് യൂനിസിന്. 2016 യൂനുസ് ഹില്ലരിക്ക് $3 ലക്ഷം ഈ ഫൗണ്ടേഷന് ഹില്ലരി ക്ലിൻ്റൺ ഫൗണ്ടേഷന് കൊടുത്തിട്ടുണ്ട്. 2.58 കോടി രൂപ വരും. മറ്റേ ബംഗ്ലാദേശിൻ്റെ ടക്കയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ തുകയാണ്. പിന്നെ രൂപയേക്കാളൊക്കെ വളരെ താഴെയല്ലേ ഇത്. അപ്പോൾ യൂനുസിനെതിരെ ഈ ട്രംപ് ഭരണകൂടം പല കാര്യങ്ങളിലും അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. കാരണം ഗ്രാമീൺ ബാങ്കുമായിട്ടുള്ള ബന്ധപ്പെട്ട അഴിമതികൾ, അമേരിക്കയുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ, പലതിലൊക്കെ ഇയാൾ ഇൻവോൾവ് ആണ്. പല ഈ ഡീപ്പ് സ്റ്റേറ്റുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളാണ് ഇയാൾ. മാത്രമല്ല ബൈഡൻ ഇയാളെ പ്രസിഡൻ്റ് ആക്കും ബംഗ്ലാദേശിൻ്റെ എന്നൊരു ഉറപ്പും ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ ഇപ്പോൾ പറയുന്നത്. ബൈഡൻ്റെ കാലത്ത് എങ്ങനെയെങ്കിലും ഈ ഉപദേശിയായിട്ടെങ്കിലും അവസാനം കൊണ്ടുവന്നല്ലോ ബൈഡൻ, അത്രയുണ്ട്. അപ്പോൾ ക്ലിൻ്റനുമായിട്ടും നല്ല ബന്ധം. ഹില്ലരി ക്ലിൻ്റനാണ് ഈ മകൾക്ക് ബൈഡൻ ഭരണകൂടമൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടാക്കി കൊടുത്തത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹില്ലരി ക്ലിൻ്റൺ വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കെ ഇയാളുമായി ബന്ധപ്പെട്ട NGOകൾക്ക് ഒരുപാട് കോടികൾ വായ്പ കൊടുത്തിട്ടുണ്ട്. അതാണ് അന്വേഷണത്തിലൊക്കെ വരാൻ സാധ്യത എന്നാണ് പറയുന്നത്. ഇഷ്ടം പോലെ കാശ് കിട്ടി, ഒരുപാട് കാശ് കിട്ടിയ ഈ പൈസ ഹിലാരി ക്ലിൻ്റൻ്റെ പൈസ എന്നൊക്കെ പറയുന്നത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പൈസയാണ്, സോറോസിൻ്റെ പൈസയാണ്. അതെ, അതുമൊക്കെ വളരെ ഡീപ്പായിട്ട് ബന്ധമുള്ള ആളുകളാണ് ഈ ക്ലിൻ്റൺ, ഈ ഒബാമ, ഈ കുടുംബമൊക്കെ സോറോസുമായിട്ട് വളരെ ബന്ധമുള്ളവരാണ്. ക്ലിൻ്റൺ ഫൗണ്ടേഷൻ ഈ 2.5 കോടി രൂപ ഇയാൾ കൊടുത്തത്, യൂനുസ് സംഭാവന കൊടുത്തത് അവരുടെ വെബ്സൈറ്റിൽ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഉപദേശിയായി കഴിഞ്ഞപ്പോൾ മാറ്റി, ഇതെടുത്ത് അതിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഹില്ലരി ക്ലിൻ്റൺ ഈ അവാമി ലീഗ് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെതിരെ വലിയ ക്യാമ്പയിനും നടത്തുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു സ്വന്തമായിട്ടുള്ള ആൾ അവിടെ പ്രസിഡൻ്റ് ആവുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് യൂനിസിനെ സഹായിക്കാൻ.
ബംഗ്ലാദേശിലേക്ക് മുതിർന്ന ലോക ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ ഹിലരി ക്ലിൻ്റൺ അവർ സർക്കാരിലുണ്ടായിരുന്നപ്പോൾ അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അയച്ചു കൊടുത്തത് യൂനിസിനെ കേസുകളിൽ നിന്ന്, ഗ്രാമീൺ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി കേസുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ബംഗ്ലാദേശിനും ഈ ഷെയ്ഖ് ഹസീനയോട് വ്യക്തിപരമായിട്ടും ഒക്കെ ഭീഷണി മുഴക്കിയിരുന്നു ഹിലരി ക്ലിൻ്റൺ എന്നാണ് പറയുന്നത്. ഈ ലോക ബാങ്ക് 1.2 ബില്യൺ വായ്പ അനുമതിയായിരുന്നു ബംഗ്ലാദേശിന്. ഇത് പിൻവലിക്കുമെന്ന് ഷെയ്ഖ് ഹസീനയോട് ഹിലരി ക്ലിൻ്റൺ ഭീഷണി മുഴക്കിയിരുന്നു. നിങ്ങൾ യൂനിസിനെ മറ്റേ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഇത് പിൻവലിക്കും എന്ന് പറഞ്ഞിരുന്നു. ഈ പത്മ എന്ന് പറഞ്ഞൊരു പാലം, പത്മ നദിക്ക് കുറുകെയുള്ള പാലം, ആ പാലം പണിയാൻ വേണ്ടിയിട്ടാണ് ലോകബാങ്ക് സഹായം കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇതാണ് ഹിലരി ക്ലിൻ്റൺ അവിടെ ധനകാര്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കാലത്ത് പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നത്. ഹിലരി ക്ലിൻ്റൺ FBI ഉപയോഗിച്ചും CIA ഉപയോഗിച്ചും ലോകബാങ്ക് ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി, അവരെയും കേസിൽപ്പെടുത്തുന്നൊക്കെ പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയിട്ട് ആണിത് പിൻവലിച്ചു. ആ ലോകബാങ്കിന് മറ്റേ വായ്പ കൊടുക്കാമെന്ന് പറഞ്ഞത് പിൻവലിച്ചു. ആ രണ്ട് പേർക്കെതിരെ FBI-യും CIA ഉപയോഗിച്ച് കേസെടുക്കും. ലോകബാങ്ക് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഹിലരി ക്ലിൻ്റൺ, എന്നിട്ട് വായ്പ റദ്ദാക്കി. ഈ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് പത്മ പാലത്തിൽ കൂടി പത്മ നദിയുടെ മുകളിൽ പാലം, അതിനുള്ള വായ്പ റദ്ദാക്കിച്ചു ലോകബാങ്കിനെ കൊണ്ട്. അപ്പോൾ മോണിക്ക ഈ പാട്ടുകാരി എന്നുള്ള നിലയ്ക്ക്, പാട്ടുകാരി 1977 ചിറ്റഗോങ്ങിലാണ് അവർ ജനിച്ചത്. അവർ വേറ ഫൊറോസ്റ്റെൻകോ എന്നാണ് അമ്മയുടെ പേര്. അവർ റഷ്യക്കാരിയാണ് അമ്മ, റഷ്യൻ ബന്ധങ്ങളുള്ള ആളാണ്. 1967 അവർ വിദ്യാർത്ഥികൾ എന്നുള്ളതിലേക്ക് മീറ്റ് ചെയ്യുന്നത് വാൻഡർബിൽറ്റ് യൂണിവേഴ്സിറ്റിയിൽ. 1970 നിക്കാഹ്. മാസങ്ങൾക്കകം ഡിവോഴ്സ് ഉണ്ടായി, വിവാഹമോചനം ഉണ്ടായി. അവർക്ക് പിടിച്ചില്ലല്ലോ. മോണിക്കയ്ക്കൊപ്പം അവർ മടങ്ങി. മോണിക്ക കുഞ്ഞായിരുന്നപ്പോൾ അവർ മടങ്ങി. കുട്ടിയെ പിന്നെ ഒരിക്കലും ഇയാൾ കാണാനും പോയില്ല. ബംഗ്ലാദേശ് കുട്ടിയെ വളർത്താൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. റഷ്യൻ ഓർത്തഡോക്സ് പള്ളി കൊയറിൽ ഈ കുട്ടി പാടിയിരുന്നു മോണിക്ക. അവരപ്പോൾ ക്രിസ്ത്യനായിട്ടാണ് ജീവിക്കുന്നത്. അവരങ്ങനെയാണ് ജീവിക്കുന്നത്. റഷ്യൻ ഓർത്തഡോക്സ് പള്ളി ഉണ്ട് അവിടെയാണ്. മോണിക്ക എന്നുള്ള പേര് കേട്ടപ്പോഴേ ഞാൻ ആലോചിച്ചു, ക്രിസ്ത്യൻ പേരാണല്ലോ എന്ന്. ഇയാളുടെ കൂടെ ചിലപ്പോൾ ഇയാൾ മറ്റേ മുസ്ലിമായിട്ട് വളർത്തണമെന്ന് പറഞ്ഞിരിക്കാം. അങ്ങനെയുണ്ടല്ലോ, അവർ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. അതും അങ്ങനെ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ടാവാം. കാരണം കുട്ടി ക്രിസ്ത്യാനിയാണ്. 2006 നൊബേൽ ചടങ്ങിൽ യൂനിസിൻ്റെ ഈ മോണിക്ക വന്ന് പാടിയിരുന്നു. നൊബേൽ സമ്മാന ചടങ്ങിൽ 2004 മാത്രമാണ് ബാപ്പയുമായി പിന്നീട് ബന്ധം വരുന്നത്. 2005 ബംഗ്ലാദേശിൽ പോയി ബാപ്പയെ ആദ്യമായിട്ട് കാണാൻ. 4-ാമത്തെ വയസ്സിലാണ് ഈ ബംഗ്ലാദേശ് വിട്ടത്. പിന്നെ ഇപ്പോൾ ഇയാൾ ഒരു ആഗോള പാർട്ടി ഇടയ്ക്ക് പ്രധാനമന്ത്രിയാകാൻ ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു യൂനിസ്. ആ നൊബേൽ സമ്മാനമൊക്കെ കിട്ടിയ ശേഷം നാഗരിക് ശക്തി പാർട്ടി പറഞ്ഞ് സ്വന്തമായൊരു പാർട്ടി ഉണ്ടായിരുന്നു. പിന്നെ കേസിൽപ്പെട്ട് ഇയാൾ ഫ്രാൻസിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് രക്ഷയില്ലാതെ പോയത്. അപ്പോൾ ഏതായാലും ഈ മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ആളുകളെ ഒരുതരം വാശിയോടെയാണ് ട്രംപ് പുറത്താക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ മൊണീക്ക ഈ ഡീപ് സ്റ്റേറ്റുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ആളാണെന്ന് നമുക്ക് പോലും ഡോക്യുമെൻ്റ് വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന സ്ഥിതിയുള്ളപ്പോൾ ട്രംപ് അവരെ വെച്ച് വഴിക്കും എന്ന് തോന്നില്ല. കടക്ക് പുറത്ത് എന്ന് ട്രംപ് പറയാനുള്ള സാധ്യത വളരെ. ട്രംപ് അവിശ്വസനീയമാം വിധം ഈ ഫ്രം ഡേ 1 ഡീപ് സ്റ്റേറ്റിനെതിരെ നീങ്ങിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും പറിച്ചു കളഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ ഈ പല സഹായങ്ങളും നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ ഡീപ് സ്റ്റേറ്റ് ഉന്നം വെച്ചിട്ടുള്ള. അപ്പോൾ നമ്മൾ UNRWA എന്ന് പറയുന്ന അവിടുത്തെ ഗസയിലെ ഏജൻസി ഡീപ് സ്റ്റേറ്റിൻ്റെ ആയിരുന്നു. ഹമാസ് ആയിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത്. ഹമാസിൻ്റെ പിന്നിൽ പോലും ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് വരുന്നു. ഡീപ് സ്റ്റേറ്റ്. അതെ.
അപ്പോൾ അതൊക്കെ ഹൂവിനെ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വേറെ ലക്ഷ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നു. അപ്പോൾ ഈ കാർബൺ വ്യതിയാന എമിഷൻ, ആഗോള താപനം ഇതൊക്കെ പറയുന്ന ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രൊപ്പഗാൻഡയാണ്. നേരത്തെ അവരാണ് എയ്ഡ്സ് എന്നും പറഞ്ഞ് ലോകത്ത് മുഴുവൻ ഭീതി പരത്തിയത്. അതെ അതെ. അപ്പം ട്രംപ് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോരുന്ന കൂട്ടത്തിൽ മൊണീക്കയ്ക്കും ചിലപ്പോൾ സംഭവിക്കാം. പിന്നെ ഈ മൊണീക്കയും ഇയാളുമായിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കുമെന്നറിയില്ല. അപ്പോൾ പോലും ഈ ഡീപ് സ്റ്റേറ്റിന് ലിങ്കുണ്ട്. അപ്പോൾ ഏതായാലും യൂനിസിൻ്റെ മോളെ കടക്ക് പുറത്ത് എന്ന് ട്രംപ് പറഞ്ഞാൽ അത്ഭുതത്തിന് വകയൊന്നുമില്ല. അതായത് യൂനിസിനെതിരായ ഈ ഹില്ലരി ക്ലിൻ്റനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുമല്ലോ ഇനി. അങ്ങനെയല്ലേ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇയാളെ പുറത്താക്കുന്നത് ട്രംപിൻ്റെ അജണ്ടയെ വരും. ട്രംപിന് അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം അവിടെ വേണമെന്ന് ട്രംപിനും ആഗ്രഹിക്കാം. കാരണം ചൈന ഉണ്ടല്ലോ അയൽവക്കത്ത്. ചൈനയൊക്കെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ഭരണകൂടം വേണം. ഇവരിപ്പോൾ ചൈനയുടെ കൂടെയാണ് യൂനിസ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇത് മുഴുവൻ കാടിളക്കുമ്പോൾ യൂനിസിനെതിരെ ഇവരിലൊക്കെ പിടി വീഴാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.